ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇന്ത്യൻ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം, ഗ്ലോബലായിട്ടുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂലോക നാണക്കേടിൻ്റെ ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഗാങ്സ്റ്റേഴ്സ് ഗ്ലോബൽ ട്രെൻഡായിട്ടങ്ങ് മാറി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ അമേരിക്കൻ പോലീസ്, പ്രത്യേകിച്ച് ലോസ് ഏഞ്ചലസ് പോലീസ് LAPD, അവരൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഉപയോഗിച്ച് കഴിഞ്ഞ 3 വർഷം കൊണ്ട് നടത്തിയ അന്വേഷണം, അതായത് നിങ്ങൾക്കറിയാം, ഞാൻ മീഡിയയിൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ, അതേപോലെയുള്ള ഒരു അണ്ടർ കവർ ഓപ്പറേഷനാണ് അവർ നടത്തിയത്. കഴിഞ്ഞ 3 വർഷം, 2023 തുടങ്ങിയതാണ്. ലോറൻസ് ബിഷ്ണോയ് ഗാങ്, അങ്ങനെ 7 or 8 ഇന്ത്യൻ ബേസ്ഡ് ഗ്യാങ് ആണ് ഈ കാനഡയിലും UK-യിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഗ്യാങ്ങിനെ പറ്റിയുള്ള അന്വേഷണം നടത്തിയത്. അതിൻ്റെ റിപ്പോർട്ടുകൾ അമേരിക്കൻ പോലീസ് തന്നെ പുറത്തുവിട്ടു. അത് ഗ്ലോബലായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇതുണ്ടായിരിക്കുന്ന കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇത്ര വ്യാപകമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഗാങ്സ്റ്റേഴ്സ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഇത്ര ആക്റ്റീവായത്. ആരെയാണ് റീപ്ലേസ് ചെയ്ത്? മെക്സിക്കൻ ഡ്രഗ് കാർട്ടൽ, അവരുടെ കാർട്ടൽക്ക് അതിനെപ്പറ്റിയുള്ള എത്രയോ സിനിമകളുണ്ട്, ഹോളിവുഡ് സിനിമകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് ഇന്ത്യൻ ഗ്യാങ്, ഡ്രഗ് കാർട്ടൽ, കോൺട്രാക്ട് കില്ലിങ്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യത്തിൽ ഗ്യാങ്ങുകളെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക. ഈ സംഭവമാണ് ഗ്ലോബലായിട്ട് ഇന്ത്യക്കാർക്ക് നാണക്കേടുണ്ടാക്കിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇന്ത്യയുടെ പഴയ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജ് UN അസംബ്ലിയിൽ പറഞ്ഞൊരു പ്രസംഗം ഓർമ്മയുണ്ട്. പാകിസ്ഥാൻ ടെററിസ്റ്റുകളെ ഒറിജിനേറ്റ് ചെയ്യുന്നു, അവരെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയാണെങ്കിൽ ഏറ്റവും നല്ല എൻജിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ഗ്ലോബലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, ഗ്ലോബലായിട്ട് ഉണ്ടാക്കുന്നു. അത് കറക്റ്റായിരുന്നു. പക്ഷേ ഇന്നുണ്ടായിരിക്കുന്നത് ഗ്ലോബലായിട്ട് ഗാങ്സ്റ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളൊരു ഓഫീസർ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇതേപോലെയുള്ള റിപ്പോർട്ട് വരുമ്പോൾ അമേരിക്കൻ പോലീസ് ഏജൻസികൾ ഇതേപോലൊരു അണ്ടർ കവർ ടീമിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ടീമിലെ മെമ്പേഴ്സ് ഈ ഗാങ്സ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് ബേസിക്കലി സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ പോലീസ് സംവിധാനത്തിനും. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യം എടുക്കാം. കേരളത്തിലെ ഡ്രഗിൻ്റെ ഇഷ്യൂ പറയുന്നു, സ്വർണത്തിൻ്റെ ഇഷ്യൂ പറയുന്നു. ഇന്ന് വരെ നമ്മുടെ പോലീസ് ഇതിൻ്റെ ഒറിജിൻ എവിടാന്ന് ഇന്ന് വരെ തപ്പിയെടുത്തിട്ടില്ല. തപ്പിയെടുക്കാത്തതിൻ്റെ കാര്യം അവർ ഈ കാണിക്കുന്ന മുഴുവനും ഒരു ഫോർമാലിറ്റി, ജനറലായിട്ട് ചെയ്യുന്ന ഇഷ്യൂ ആണ്. പക്ഷേ ഇന്ത്യൻ പോലീസും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ എവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, ആരാണ് അതിൻ്റെ പിറകിൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, വെർട്ടിക്കൽസ്, ഇത് കണ്ടുപിടിക്കാൻ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിനും പ്രത്യേകിച്ച് കേരള പോലീസ് സംവിധാനത്തിനും നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഇന്ന് വരെ പറ്റിയിട്ടില്ല. അത് ഏറ്റവും വലിയ പാകപ്പിഴ തന്നെയാണ്. പക്ഷേ അവിടെ അമേരിക്കൻ പോലീസിന് ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇന്ത്യൻ ഗ്യാങ്ങുകളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരൊരു ടീം ഉണ്ടാക്കിയിട്ട് അവരുടെ ടീം മെമ്പേഴ്സ് ഈ ഗ്യാങ്ങിനകത്തോട്ടങ്ങ് കയറുകയാണ്. അതാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് തെഹൽക്ക സ്റ്റിംഗ് ഓപ്പറേഷൻ ഞാൻ ചെയ്തത്, അതേപോലെ തന്നെ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ ബംഗാളി ചെയ്തത്. അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് ഇത് അകത്തോട്ട് കയറുന്നത്? അതായത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ രീതിയിൽ പ്രവർത്തിക്കുക, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ പിറകിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് ഇഷ്യൂ, ഈ സംഭവങ്ങൾ ഓരോന്നുമായിട്ട് ആരൊക്കെയാണ് ബേസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്, ഇതാണ് കൃത്യമായിട്ട് അമേരിക്കൻ പോലീസ് കണ്ടുപിടിച്ചത്. അതാണ് വെസ്റ്റേൺ പോലീസിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അവർ ഓരോ ക്രൈമിനെ ആ രീതിയിലാണ് സമീപിക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഏകദേശം 1000 മുതൽ 1200 ഇന്ത്യക്കാരാണ് ഈ ഗ്യാങ്ങിലുള്ളത്. അത് ഈ അമേരിക്കയിലും US-ലും UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഇവരെല്ലാം പോയത് ഇന്ത്യയിൽ നിന്നാണ്. അതായത് ഇന്ത്യൻ ജയിലുകളിൽ കിടക്കുന്ന പല ആൾക്കാർ
അവരെ ഈ പറയുന്ന ലോറൻസ് ബിഷ്ണു ഗ്യാങ്ങും ദെൻ ഡെഡ്സ ഗ്യാങ്, മറ്റുള്ള പല ഗ്യാങ്ങുകൾ, അപ്പോൾ അവർക്ക് ഇന്ത്യൻ കണക്ഷൻ ഉണ്ട്. ഇത് പഞ്ചാബ്, ഡൽഹി, ഹരിയാന, ഗുജറാത്ത് ആ മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ഗ്യാങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. ഉറപ്പായിട്ടും ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന ഇഷ്ടം പോലെ പഞ്ചാബി കമ്മ്യൂണിറ്റി, സർദാർ മാത്രമൊന്നുമല്ല, ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ, കാരണം അവരെയും പഞ്ചാബികൾ എന്നാണ് പറയുന്നത്, ഒരു പ്രദേശമാണ് കാലിഫോർണിയ സ്റ്റേറ്റിൽ. അപ്പോൾ അവര് ഇനിഷ്യൽ സമയത്ത് ഏത് രീതിയിലാണ് ഈ ഗ്യാങ് ഓപ്പറേറ്റ് ചെയ്തത്? അതായത് ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യക്കാരാണ് ഓരോ കാര്യങ്ങൾ, അതായത് കോൺട്രാക്ട് കില്ലിങ്ങും പരിപാടിയും ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക, തട്ടിക്കുകയോ വെട്ടിക്കുകയോ, എക്സ്റ്റോർഷൻ, ഈ പരിപാടികൾ ഇന്ത്യക്കാർക്കെതിരെ ഉപയോഗിച്ച് ഈ ഗ്യാങ്ങിനെ ഉപയോഗിച്ച്, അതായത് ഇനിഷ്യൽ ഡേയ്സിൽ. പിന്നീട് ഈ ഗ്യാങ് അങ്ങ് എക്സ്പാൻഡ് ചെയ്തു, കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വരുന്നു. കാരണം കാരണം ഇന്ത്യയുടെ കറപ്റ്റ് സിസ്റ്റം ഉണ്ട്. ഇവിടെ പാസ്പോർട്ട് കിട്ടാനും മറ്റൊന്നും വലിയ സംഭവമൊന്നും അല്ല. അപ്പം ആ സംഭവത്തിലൂടെ ഇവർ പല ആൾക്കാരും വിസ ഓൺ അറൈവിൽ പല രാജ്യങ്ങളിലും പോയി അവിടുന്ന് ഇത് ഈസി ആയിട്ട് കടന്ന് ഈ പറയുന്ന കാനഡയാണെങ്കിൽ, കാരണം മെക്സിക്കോ വരെ പോകാം, അവിടുത്തെ കാനഡയിൽ പോകാനും അമേരിക്ക പോകാനും ഈ വലിയ സംഭവമൊന്നുമല്ല. അവിടെ ഈ ഗ്യാങ് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസും പരിപാടി, അണ്ടർ കവർ ഓപ്പറേഷൻ സംഭവങ്ങളങ്ങ് നടത്തി. എത്ര ഷൂട്ട് ഔട്ടുകളാണ് ഉണ്ടായെന്ന് ആലോചിച്ച് നോക്കണം. അതിനകത്ത് ഇതിന് മറ്റൊരു വേർഷനായിട്ട് ഇന്ത്യ പറയുന്ന സിഖ്, ഖാലിസ്ഥാനി അവരും ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ അകത്ത് പോയ പല ആൾക്കാരും ഈ എത്തപ്പെട്ടതല്ല ഇവിടെയാണ്. അതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെൻ്റ് മാറ്റർ തന്നെയാണ്. ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് വലിയൊരു പ്രോസസ്സുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പം അവർ ജയിലിൽ നിന്ന് ഇറങ്ങും, വലിയൊരു ഗ്യാങ്ങും, അതേപോലെ തോക്കും പരിപാടികളും വെടിവെപ്പും കൊലപാതകം, ഇത്ര നാളെ കിടക്കത്തുള്ളൂ. ഈ സംഭവങ്ങൾ ഇഷ്ടം പോലെ ലോയേഴ്സും ഇഷ്ടം പോലെ പണം, ഇതങ്ങ് സ്പ്രെഡ് ചെയ്തു. ഇതങ്ങ് ഗ്ലോബൽ സംഭവമായിട്ട് മാറി. ആലോചിച്ച് നോക്കുക ഇന്ത്യയുടെ ഒരു നാണക്കേട്. അതായത് ഒരു സമയത്ത് ഗ്ലോബലായിട്ട് ഇന്ത്യൻ ഡോക്ടേഴ്സിനെ, ഇന്ത്യൻ എഞ്ചിനീയേഴ്സിനെ, ഇന്ത്യൻ പ്രൊഫഷണൽസ്, ടെക്കീസ് എന്നൊക്കെ അറിയപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ഗ്യാങ്സ്റ്റേഴ്സിനെയാണ് ഗ്ലോബലായിട്ട്. അതായത് അത് എല്ലാ ഇന്ത്യക്കാരനെയും ബാധിക്കും. എയർപോർട്ടിലാണെങ്കിലും മറ്റുള്ള സ്ഥലത്തും, ഇപ്പോൾ എമിഗ്രേഷൻ്റെ കാര്യത്തിലെല്ലാം ഇത് ബാധിക്കാൻ പോവുകയാണ്. കാരണം ഇതേപോലെയുള്ള ഗ്യാങ്സ്റ്റേഴ്സ് 1200-ലധികം, അവർ പറയുന്നത് റഫ് ഫിഗറാണ് പറയുന്നത്, അതിന് മുകളിലേക്കാണ് ഉണ്ടാകുന്നത് അമേരിക്കയിലും കാനഡയിലും മാത്രം. അവരുടെ നെറ്റ്വർക്ക് അതിഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ, അതായത് അണ്ടർ കവർ ഓപ്പറേഷൻ അമേരിക്കൻ പോലീസ് നടത്തുകയും ഏകദേശം 21ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനെ പല ആൾക്കാരുടെയും പേരുകൾ പുറത്തു വിട്ടിട്ടില്ല. അവർക്കെല്ലാം ഇന്ത്യയുമായിട്ട് കണക്ഷനുണ്ട്. കാരണം ഇന്ത്യയിലാണ് ഇതിൻ്റെ മേജർ ഓപ്പറേഷൻ. പല ഈ പറയുന്ന ഡയസ്ഫോറ, ഇന്ത്യൻ NRIസുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഇവർ ഇനിഷ്യലി തുടങ്ങുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇവർ പലതും ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് ഇവർ കയറി, അതായത് ഈ പറയുന്ന ഡ്രഗ് കാർട്ടലിലോട്ടങ്ങ് മാറി. അത് ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വലിയ ഇഷ്യൂ ആണ്. കാരണം ഡ്രഗാണ്, ഫാൻറ്റോയിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലോട്ട് ഈ ഗ്യാങ് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അതോടുകൂടിയാണ് ഇതിനൊരു ഗ്ലോബൽ പിക്ചറായിട്ടങ്ങ് മാറുന്നത്. മനസ്സിലാക്കുക, ഇത് വല്ലാത്ത ക്ഷീണം ഇന്ത്യക്ക് ഗ്ലോബലി ഉണ്ടാക്കും. അതായത് ഇന്ത്യൻ ഗ്യാങ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഹിന്ദി സിനിമകളൊക്കെ കാണും. ഹിന്ദി സിനിമയൊക്കെ ആദ്യം ഇപ്പോഴത്തെ അല്ലെങ്കിൽ ചില സിനിമകൾ മുഴുവനും ഗ്യാങ്സ്റ്റേഴ്സിനെയാണ് വാഴ്ത്തി പാടുന്നത് മുഴുവനും. ആ രീതിയിൽ ഹിന്ദി, അതായത് ഒരിക്കൽ മെക്സിക്കൻസ് ആണ് ഇതേപോലെ ഗ്യാങ്സ്റ്റേഴ്സായിട്ടും, അതേപോലെ ആഫ്രിക്കയിൽ നിന്ന് വന്നവർ അവരുടെ പണിയാളുകളായിട്ട് ഷൂട്ട് ഔട്ടിനൊക്കെ കൊണ്ടുവരുന്ന ആ സമയത്ത് അതിനെ റീപ്ലേസ് ചെയ്ത് ഇന്ത്യക്കാർ കയറി വരുന്നു, ഗ്ലോബൽ നാണക്കേടുണ്ടാക്കി. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇന്ത്യക്കാർ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്പർ 1 ലോകത്ത് മാറി. ഇതാണ് ഈ പറയുന്ന അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സും അതേപോലെ കനേഡിയൻ, ഓസ്ട്രേലിയൻ, UK ഇവർ ജോയിൻ്റായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്തു വരികയാണ്. എത്രമാത്രം വൈകൃതമായിട്ടാണ് ഇന്ത്യയിലുള്ള ക്രിമിനൽസുകൾ ലോകത്ത് പോയിട്ട് അത് പെരുമാറുകയും പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലോട്ട്, ഡ്രഗ് എങ്കിൽ ഡ്രഗ്, ആൾക്കാരെ കൊന്നുകൂടും. $16,000 മാത്രമേ ഉള്ളൂ ഒരാളെ കൊല്ലാൻ വേണ്ടി അവർ ചാർജ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. കാരണം ഏറ്റവും ചീപ്പാണ്. മെക്സിക്കൻ അത്രയും ചെറിയൊരു പണത്തിന് വേണ്ടി കൊല്ലത്തില്ല. പക്ഷേ ഇവിടെ $16,000 ഒരു ഇന്ത്യൻ കോൺട്രാക്ട് കില്ലറ്
അവിടെ ഒരാളെ കൊന്നുകൊടുക്കുകയാണ്. അതേപോലെ തന്നെ ബാങ്ക് അവിടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുക, ഇന്ത്യക്കാരുടെ കടകൾ കൊള്ളയടിക്കുക. അത് ഇന്ത്യക്കാരൻ തന്നെയാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വൃത്തികേടുകൾ ഇന്ത്യക്കാർ ചെയ്യുമ്പോൾ ഗ്ലോബലായിട്ട് ഇന്ത്യക്കാർക്കുള്ളൊരു സ്ഥാനമുണ്ട്, അത് പൂർണ്ണമായിട്ടും ഇല്ല. അത് ഇതിനകത്ത് ഉറപ്പായിട്ടും മോദി ഗവൺമെൻറ് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അമേരിക്കൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന പല ഗാങ്സ്റ്റേഴ്സിനെ അങ്ങോട്ട് എക്സ്ട്രഡീറ്റ് ചെയ്യാൻ. കാരണം അവരെ പ്രോസിക്യൂഷനും വിചാരണയും ചെയ്യാം. കാരണം അവിടുത്തെ കോർട്ടുകളിൽ ഇതിൻ്റെ ചാർജ് ഷീറ്റുകളെല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞ് കൃത്യമായ തെളിവുകളോടുകൂടി. അതായത് മനസ്സിലാക്കുക, ഇന്ത്യ ഗാങ്സ്റ്റേഴ്സിന് മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന ഓരോ ഇന്ത്യക്കാർക്കും ഈ പറയുന്ന ഗ്ലോബൽ ഗാങ്സ്റ്റേഴ്സിനകത്ത് ഇത്രമാത്രം ഇന്ത്യക്കാർ ഉൾക്കൊള്ളുന്നുണ്ട്, ഇന്ത്യക്കാരാണ് ഇത് ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് മാത്രമല്ല, അവൻ്റെ ക്രെഡിബിലിറ്റിയും അവൻ്റെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റിയും അവനെ ഒരു ഇന്ത്യക്കാരൻ എന്താണ് എന്നുള്ള സംഭവം ഗ്ലോബലായിട്ട് നമ്മൾ ഇത് താറുമാറാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.